കാറ്റത്തെ കിളിക്കൂട്ടിലിണങ്കിൽ ഹരീഷ് നീതു വിവാഹമോ? അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നീതുവാണെങ്കിൽ എല്ലാവരെയും വിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഹരീഷിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇതേ സമയം സുധീഷ് പറയുന്നുണ്ട്, വിവാഹം കഴിക്കാതെ നീതുവിനെ ഇവിടെ താമസിപ്പിക്കാനായിട്ട് കഴിയില്ല എന്ന്. അതിനുള്ള റൈറ്റ്സും കാര്യങ്ങളും നമുക്കില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. എന്തെങ്കിലും പോലീസ് കേസോ മറ്റോ കാര്യങ്ങളോ വന്നാൽ നമുക്കും പിടിച്ചു നിൽക്കണ്ടേ? അതിന് തെളിവുകളാണ് പ്രധാനമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ വിവാഹം കഴിപ്പിക്കണമെന്ന് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, ഇതിൽ വിവാഹമല്ലാതെ വേറൊരു ഓപ്ഷനുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒടുവിൽ ഹരീഷ് ആണെങ്കിൽ സുധീഷിനെ വിളിച്ചുകൊണ്ട് പോയിട്ട്, സുധീഷ് ചേട്ടൻ എന്തു പറഞ്ഞാലും ഈ വിവാഹം എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എടാ, അവൾ നിനക്കായിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് അവളെ സംരക്ഷിക്കേണ്ടത് നിൻ്റെ കടമയാണ്. സ്വന്തം വീട്ടുകാരെ വരെ ഉപേക്ഷിച്ച് അവൾ വന്നിട്ടുണ്ടെങ്കിൽ നീ വേണം അവളെ നോക്കാനായിട്ട് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അച്ഛനും നമ്മുടെ ഹരീഷിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിലതാ ഹരീഷ് നീതു വിവാഹ ദിവസത്തിലേക്ക് കടക്കുന്നു, വിവാഹത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നിതുവിനെയും കൂട്ടി നമ്മുടെ അമ്പലത്തിലാണെന്ന് തോന്നുന്നു താലി കെട്ടാനായിട്ട് ഒരുങ്ങുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ